രാഹുൽ മാങ്കൂട്ടത്തിന് ഇഷ്ടപ്പെടുന്ന വലിയൊരു ഭാഗമുണ്ട്. 100 വീടുകൾക്ക്, ഒരു വീടല്ല 100 വീട്ടുകൾ കൊണ്ടുപോകും. അവിടെ പോലീസുകാർ എങ്ങനെ കാണിച്ചിട്ട് ഒരു കാര്യമില്ല. അതിനൊക്കെ നേരിടാൻ തന്റെ ഇടമുള്ള നല്ല ആണുങ്ങൾ പാലക്കാട്ടുണ്ട്. അവർ കൊണ്ടുപോയിക്കോളും. അവർ വീട്ടിൽ താമസിപ്പിച്ചോളും. നമസ്കാരം. കേസായിരുന്നു, അപ്പൊ വരാൻ വൈകി. ഇന്ന് പ്രത്യേകിച്ച് വീഡിയോകളൊന്നും ചെയ്തിട്ടില്ല. ഇന്ന് പാലക്കാട് നിന്ന് വന്നിട്ടുള്ള ഒരു വിവരത്തെക്കുറിച്ച് സംസാരിക്കാമെന്ന് കരുതാണ്. അത് ആവശ്യമാണെന്ന് തോന്നുന്നു. മാധ്യമങ്ങൾ, നമ്മൾ ഈ മാപ്രകൾ എന്ന് വിളിക്കുന്ന, നമ്മളൊക്കെ പറയുന്നത് ജനാധിപത്യത്തിന്റെ 4-ാം തൂണ് എന്നൊക്കെയാണ്. പക്ഷെ ഇന്ന് ഈ നാടിനെ കുട്ടിച്ചോറാക്കുന്ന, നുണ പ്രചരിപ്പിക്കുന്ന ഒരു വിഭാഗമാക്കി നമ്മുടെ ചാനലുകൾ, എല്ലാവരെയും പറയക്കൂല, കുറച്ച് ചാനലുകൾ മാറിയിട്ടുണ്ട്. അവരുടെ ചില നാടകങ്ങളും അവരുടെ ചില നുണപ്രചരണങ്ങളും അവർക്ക് പറ്റിയ പറ്റുമൊക്കെയാണ് ശരിക്കും ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നത്. കഴിഞ്ഞ ദിവസം വോട്ട് ചെയ്തിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ചായക്കടയിൽ ചായ കുടിക്കാൻ കയറിയ വാർത്ത നിങ്ങൾക്കറിയാലോ. അവിടെ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മാധ്യമങ്ങൾ പാഞ്ഞു ചെന്നു. അയാളൊക്കെ പറയാനുള്ളത് പറഞ്ഞു. ഇത് എനിക്ക് പറയാനുള്ളതും എനിക്കെതിരെ പറയാനുള്ളതും കോടതിയിൽ വരുന്നുണ്ട്, നമ്മൾ അങ്ങോട്ട് പറയും, ഇനി കോടതി തീരുമാനിക്കട്ടെ, എനിക്ക് നിങ്ങളോടൊന്നും സംസാരിക്കാനില്ല എന്ന്. സാധാരണഗതിയിൽ മര്യാദ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞ് മര്യാദ ഉള്ളവരാണെങ്കിൽ, മര്യാദ ഉള്ളവർക്ക് പിറന്നവരാണെന്നുണ്ടെങ്കിൽ ഇത് മനസ്സിലാവും, എനിക്ക് നിങ്ങളോട് ഇനിയൊന്നും പറയാനില്ല എന്ന് പറഞ്ഞാൽ അയാൾ അങ്ങ് വിടും. എന്നിട്ട് ചീഞ്ഞുകൂടി ഓരോന്ന് ചോദിക്കുന്ന ചില വിവരദോഷികളൊക്കെ ഉണ്ട്. ആ വിവരദോഷികൾക്ക് മൗനം കൊണ്ട് മറുപടി കൊടുക്കുന്ന കണ്ടപ്പോഴേ എനിക്ക് തോന്നിയതാ എന്തെങ്കിലും ഒരു പണി തിരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടുമെന്നുള്ളത്. ഇനിയിപ്പോ എന്താ അടുത്ത പരിപാടി എന്ന് വെച്ചപ്പോൾ ഞാനൊരു ചായ കുടിക്കാൻ പോവാണ്. ചായ കുടിച്ച് ഒരു കടിയൊക്കെ കടിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ വായിൽ നോക്കി, ചില വായി നോക്കികൾ ക്യാമറയും കോലും നോക്കി ഇങ്ങനെ നിൽക്കുക. അല്ല, ഈ രാഹുൽ മാങ്കൂട്ടം തന്നെ ഉള്ളൂ ഇവിടെ വിഷയം? ആരെല്ലാം കിടക്കുന്നു വേറെ വിഷയം? ഇവിടുത്തെ ഒരു PT കുഞ്ഞുമുഹമ്മദ് കിടക്കുന്നുണ്ട്, നെനങ്ങപ്പുറത്തെ ഒരു മുകേഷ് കിടക്കുന്നുണ്ട്, വേറെ ആരൊക്കെ എവിടെയൊക്കെ കിടക്കുന്നുണ്ട്. അതിനെക്കുറിച്ചൊന്നും ഒരു വർത്താനമില്ല. ആ ശബരിമല എന്ന് കുറെ കൊള്ളയടിച്ചുകൊണ്ട് പോയതിനെ കുറിച്ച് ഒരു വർത്താനമില്ല, ഒന്നുമില്ല. ഒരു രാഹുൽ മാങ്കൂട്ടത്തിന്റെ പിന്നാലെ കൊല്ലുകയും പോകും. ഏതായാലും ഇന്നലെ അയാള് ഈ മാധ്യമങ്ങളുടെ ചോദ്യങ്ങളെല്ലാം അവഗണിച്ചുകൊണ്ട്, നമ്മളെ നാടൻ ഭാഷ പറഞ്ഞ മാധ്യമങ്ങളെ കൊഞ്ഞനം കാട്ടിയതല്ല, അത് അവർക്ക് മനസ്സിലാകണ്ടേ. കുറച്ചൊക്കെ നാണവും മാനവും ഉടുപ്പുള്ളവർക്കാണെങ്കിൽ മനസ്സിലാവും ഇയാളിനി ഒന്നും പറയില്ല, വെറുതെ നമ്മൾ മാനങ്ങളെ നിൽക്കണ്ട എന്ന്. പക്ഷെ എന്നാലും എന്തെങ്കിലുമൊക്കെ ചോദിച്ച് ചൊറിഞ്ഞില്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല, അല്ലെ? ചൊറിച്ചിലൊരു സുഖമാണല്ലോ. ചില ഭാഗങ്ങൾ ചൊറിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കണം. അത് ഇപ്പോൾ ചാനലുകളുടെ അസുഖമാണ്. ഏതായാലും ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒന്നും മിണ്ടാതെ ആ ചൊറിച്ചിൽ മാറ്റി കൊടുത്തത് കൊണ്ട് ഇന്ന് അതേ മാധ്യമങ്ങൾ തിരിച്ച് രാഹുലിനെ മാന്തുന്നതാണ് നമ്മൾ കണ്ടത്. നമുക്ക് ഇന്നത്തെ ആ ഒരു ചൊറിച്ചിൽ പറയുമ്പോൾ നമ്മുടെ പിണറായി സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പിന്റെ ഒക്കെ ചില സ്വഭാവങ്ങൾ കൂടി എന്ന് പറഞ്ഞാൽ, എന്തിനാണ് ഇങ്ങനെ കുറെ എണ്ണത്തിനെ പിടിച്ച് അധികാരത്തിലേറ്റിയതെന്ന് തോന്നിപ്പോ. ഇങ്ങനെ വൈരാഗ്യം, ഇന്ന നുള്ളി എന്ന് പറയുമ്പോൾ വൈരാഗ്യം കാട്ടി നടക്കുന്ന കുറച്ചെണ്ണം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പീഡനാരോപണം വന്നു. അതിനയാൾ കോടതിയിൽ കേസ് നടക്കുന്നുണ്ട്. മുൻകൂർ ജാമ്യം കൊടുക്കുന്നെങ്കിൽ അയാൾ മുൻകൂർ ജാമ്യം നേടും. പിന്നെ അതനുസരിച്ച് അന്വേഷണം നടക്കും, കേസ് അതിന്റെ വഴിക്ക് പോവും, കുറ്റക്കാരെന്ന് കണ്ടാൽ ശിക്ഷിക്കും. ഇതാണല്ലോ എന്റെ കണക്ക്. എന്നാൽ ഇവിടെ രാഷ്ട്രീയ പകപോക്കൽ ആയതുകൊണ്ട് അതിന് പുറമെ മറ്റൊരു കേസ് കൂടി വന്നു. ആ കേസിൽ മുൻകൂർ ജാമ്യം കിട്ടി. ഇതെല്ലാവരെയും പോലെ അങ്ങ് പോയാൽ പോരെ? എത്ര കേസാണ് വരുന്നത്? ഇന്നിപ്പോ ഞാൻ പോക്സോ കോടതിന്റെ മുന്നിലാണ് ഞാൻ ഉണ്ടായിരുന്നത്. എങ്ങനെയാണ് എനിക്ക് ആ വകുപ്പിട്ട് ഒരു കേസ് വന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അല്ല, എന്റെ പഴയ വീഡിയോ മറ്റു കാര്യങ്ങൾ കണ്ടവർക്കും, ഒരുപക്ഷെ ഷാജൻ സ്കറിയന്റെ വീഡിയോ കണ്ടവർക്കും മനസ്സിലായിട്ടുണ്ടാവും എങ്ങനെയാണ് എനിക്ക് ആ കേസ് വന്നത് എന്നുള്ളത്. നിങ്ങളെപ്പോലെയുള്ളവർക്ക്, എന്റെ വീഡിയോ കാണുന്ന നിങ്ങളെപ്പോലുള്ളവർക്ക് എന്തെങ്കിലും കള്ള കേസിൽ നിങ്ങൾ പെട്ടു എന്ന് കണ്ടാൽ നിങ്ങൾ ഏത് പാർട്ടിക്കാരാണെന്നും ഞാൻ നോക്കൂല. നിങ്ങൾ ചിലപ്പോൾ ഇടതുപക്ഷക്കാരനായിരിക്കാം, BJP-കാരനായിരിക്കാം, മുസ്ലിം ലീഗിനായിരിക്കാം, കോൺഗ്രസ്സുകാരനായിരിക്കാം, ആരായിരുന്നാലും അവിടെ ഞാൻ രാഷ്ട്രീയമൊന്നും നോക്കൂല. ഞാൻ എന്റെ വിമർശനം പറയുന്നത് രാഷ്ട്രീയ വിമർശനം ആ സാഹചര്യം അനുസരിച്ചാണ് പറയുന്നത്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു സാധുവിന് പെട്ടു. ഞാൻ എപ്പോഴും വിമർശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയുടെ പ്രവർത്തകനാണ് പെട്ടത്. അപ്പൊ അതിന്റെ ഒരു വസ്തുത എന്ന് പറയുന്നത് അയാളുടെ ഭാഗത്താണ് ശരി എന്നതുകൊണ്ട് ഞാൻ അയാൾക്ക് വേണ്ടി ഇറങ്ങി. ആരെങ്കിലും ഒന്ന് ഇറങ്ങണ്ടേ? ഈ എന്റെ വീഡിയോയ്ക്ക് താഴെ വന്ന് കുറെ തെറിവിളിയും ചീത്തവിളിയൊക്കെ വിളിക്കുമല്ലോ. അങ്ങനെ വിളിക്കുന്നവർക്ക് ഇതൊന്നും അറിയില്ല. അവർ വിളിച്ചിട്ട് പോട്ടെ എന്ന് കരുതുന്നത് അതുകൊണ്ടാണ്. നാളെ അവർക്ക് എന്തെങ്കിലും വന്നാലും ഞാനേ ഇറങ്ങുള്ളൂ, വേറെ ആരും ഇറങ്ങൂല ഇവിടെ. അങ്ങനെയാ, ഞാൻ അറിയുന്നുണ്ടെങ്കിൽ ഞാൻ ഇറങ്ങും. അങ്ങനെ ഇറങ്ങിയതിന്റെ കേസ് ഒന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോ കുറെ എണ്ണം ഇങ്ങനെ വട്ടം ചുറ്റി നിൽക്കുന്നുണ്ട്. ഏത് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ തന്നെ ഒരുപാട് കേസുകൾ പെട്ടവരും അല്ലാത്തവരും. പിന്നെ അതിനിടയിൽ ഒറിജിനൽ കേസുകളും ഉണ്ട് കേട്ടോ, ഒറിജിനൽ കേസുകളും ഉണ്ട്. പക്ഷെ അതിലൊരു കേസ് മാത്രമാണ്, ഈ പറഞ്ഞ കേസുകളിൽ ഒരു കേസ് മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അതിനപ്പുറത്തേക്ക് പ്രിവിലേജ് ഒന്നും ഇല്ല.
അപ്പൊ അതുപോലെ ഒരു കേസായി മാത്രം രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് കണ്ടാൽ മതി. എന്നാൽ ആ സ്ഥാനത്ത് ഇതിന് വലിയൊരു ഹൈപ്പ് കൊടുത്തുകൊണ്ട് ഈ ലോകത്ത് ഇതിനേക്കാൾ വലിയൊരു സംഭവം ഇല്ല എന്ന മട്ടിൽ വെറുതെ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. അതിനെല്ലാം പുറമെ ഇന്നലെ വോട്ട് കഴിഞ്ഞ ശേഷം ഈ ഇമാതിരിയുള്ള ചൊറിച്ചില് ഒന്നും മിണ്ടാതെ മൗനമായി ഒന്ന് ഇവർ ചിരിച്ചിരുന്നു കൊണ്ട് അതിനെ നേരിട്ടു. അവസാനം ഇങ്ങനെ നിന്നിട്ട് കൈയും കാലും കടയുമെന്നല്ലാതെ ഒന്നും കിട്ടൂല രാഹുലിന്റെ കയ്യിൽ നിന്ന്. ഇന്നത്തെ അന്ത്യചർച്ചയ്ക്ക് രാഹുലിനെ കോപ്പാക്കിയിട്ട് കാര്യമില്ല, ഇനി കയ്യിൽ നിന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറയാം എന്ന് കരുതിയിട്ട് അവർ പോയിട്ട് അടുത്തൊരു പണി, അത് നമ്മളെ പിണറായി സർക്കാർ കൊടുത്ത പണിയാണ്. ആ പണിയെ ഇവർ നല്ല ഒന്നാം തരം മുട്ടപ്പണിയാക്കി അവതരിപ്പിക്കുന്നു. പക്ഷെ അവിടെയും എന്താണ് വസ്തുത എന്നറിയുന്ന വലിയൊരു ഭാഗമുണ്ട്. അവർക്കറിയാം എന്താണെന്നുള്ളത്. നമ്മുടെ പോലീസിന്റെ സംവിധാനം എന്താണെന്നറിയാം? ഇന്നത്തെ പിണറായി പോലീസിന്റെ സംവിധാനം. ഇപ്പോ അവർക്കൊരു രാഷ്ട്രീയ ശത്രുവോ പിന്നെ അതല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും വിധത്തിലൊരു ശത്രു ആയി ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവരെ ഏതറ്റം വരെ പൂട്ടാൻ നോക്കും. എന്നെ പൂട്ടിയത് ഇവിടെ വന്നിട്ട് എന്ന് പറഞ്ഞാൽ നോട്ടീസ് അയച്ച് വിളിച്ച് അറസ്റ്റ് ഒന്നും ഇല്ലാതെ മൊഴിയെടുത്ത് വിടേണ്ട ഒരു കേസാണ്. അത്തരത്തിലുള്ള വകുപ്പുകൾ മാത്രം ഇട്ടിട്ടുള്ള ഒരു കേസിൽ വീട് വിളഞ്ഞ് പണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയതാണ്. അതുപോലെയാണ് എന്നെ കൊണ്ടുപോയത്. എന്നിട്ട് കസ്റ്റഡി, പിന്നെ നീട്ടിപ്പിടിച്ച റിമാൻഡ് റിപ്പോർട്ട്, ഇപ്പൊ അവസാനം ഒരു ദിവസം റിമാൻഡ്. അതുകൊണ്ടായിരുന്നു ജയിലിലും കിടന്നു. പക്ഷെ ഇന്ന് ആരൊക്കെയാണോ നമ്മളെ ചതിച്ചത്, നമ്മളെ പിന്നാലെ ഈ കോലത്തിൽ നിന്നത്, അവരൊക്കെ വരയ്ക്കാൻ തുടങ്ങുകയാണ്. അതുകൂടെ നിങ്ങൾ അറിയിക്കട്ടെ. വിടുകയൊന്നുമില്ല. ഷാജിസ്കറിയ പറഞ്ഞതുപോലെ നമ്മൾ പിടിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നമ്മുടെ ഭാഗത്താണ് സത്യം എന്നുണ്ടെങ്കിൽ നമ്മൾ പോകും. രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഭാഗത്ത് എന്തൊക്കെയോ കുറച്ച് കാര്യങ്ങൾ അയാൾക്ക് പറയാനുള്ളത് കൊണ്ട് അയാൾക്ക് നിയമപരമായി നീതി ലഭിക്കുമെന്ന് അയാൾക്ക് തോന്നുന്നു, ഇല്ലേ? നിയമപരമായിട്ട് ബാക്കി എന്തെങ്കിലും പരമായിട്ട് നമ്മൾ ചില കാര്യങ്ങൾ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് വേറെയാണ്. നാളെ കോടതി അയാളെ ശിക്ഷിച്ചാൽ മാത്രമേ അയാൾ കുറ്റവാളിയാകുന്നുള്ളൂ. അതൊന്നും ചിന്തിക്കാതെ അയാൾക്കെതിരെ മാന്തിക്കൊണ്ടിരിക്കുകയാണ്. അതിലൊന്നാണ് പിണറായി സർക്കാരിന്റെ ഈ ഇതെന്ന് പറഞ്ഞത്. നേരത്തെ എന്നെ പിണറായിക്കെതിരെ നിരന്തരം വിമർശിക്കുന്നത് കൊണ്ട് ഒരു ചെറിയൊരു കേസ് കിട്ടിയപ്പോൾ ആ കേസിൽ എന്നാൽ അവനെ ഒന്ന് കുടുക്കി കളയാം എന്ന് കരുതിയിട്ട് എന്നിട്ട് വട്ടം ചുറ്റിച്ചതുപോലെ അതിനേക്കാളും വലിയൊരു വട്ടം ചുറ്റിക്കൽ രാഹുൽ മാങ്കൂട്ടത്തിനെ. അതായത് അവിടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫ്ളാറ്റ്, ആ ഫ്ളാറ്റിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ താമസിക്കാൻ ഇനി പാടില്ല. അതിന് രാഹുൽ മാങ്കൂട്ടത്തിനെ ഇറക്കി വിടാൻ സർക്കാരിന് പറ്റില്ല, ഇവിടുത്തെ പോലീസിനും പറ്റില്ല, ബാക്കിയുള്ളവർക്കും പറ്റില്ല, CPM-നും പറ്റില്ല, അതുപോലെ BJP-കാരനും പറ്റില്ല, ആർക്കും പറ്റില്ല, രാഷ്ട്രീയ എതിരാളികൾക്ക് പോലും പറ്റില്ല. പക്ഷെ എങ്ങനെ കിടത്താം, തൂറിക്കിടത്താം എന്നൊരു ചൊല്ലുണ്ട്. അത് ഈ സർക്കാരിന് നന്നായിട്ട് അറിയാം. എന്ന് പറയുന്നത് പോലെ അതിനേക്കാളും നാട്ടക്കേസായിട്ട് അടുത്തൊരു പണി ഉണ്ടാക്കുകയാണ്. അതായത് അവിടെ ആ ഫ്ളാറ്റിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിലാണെന്ന് അറിയാലോ. അങ്ങനെയാണെങ്കിൽ അയാൾ അവിടെ ഉണ്ടാവില്ല എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമല്ല താമസിക്കുന്നത് എന്നതുകൊണ്ട് അവിടേക്ക് കടന്നു കയറി ബാക്കിയുള്ള ആൾക്കാർ, ഒരുപാട് ആൾക്കാർ, കുട്ടികളും പെണ്ണുങ്ങളുമായിട്ട് അവിടെ ജീവിക്കുന്നുണ്ട്. അവരെയൊക്കെ ശല്യപ്പെടുത്തുന്നു, അവരെയൊക്കെ പിടിക്കുന്നു, ചോദ്യം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഒരു ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കുന്നു. സ്വാഭാവികമായിട്ടും അവിടെ ഉള്ളവർക്ക് ഭയം ഉണ്ടാവില്ലേ? വീടും കുടുംബമായിട്ട് ജീവിക്കുന്നവരല്ലേ. എന്തിനാണ് ഇത് ചെയ്യുന്നത്? ആരെങ്കിലും ഒളിപ്പിച്ചു വെച്ചിട്ടാണോ? അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തെ ഒളിപ്പിച്ചു വെച്ചിട്ടാണോ? അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും ചെയ്തിട്ടാണോ? അല്ല. ഇവർക്ക് ഇത്രയധികം വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായും രാഹുൽ മാങ്കൂട്ടത്തിനോട് അവർ ഒഴിയാൻ പറയും. അതാണ് ഉദ്ദേശം. അതായത് ഇവിടെ രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനെ പിന്നാലെ നടക്കുന്നത് എന്തിനാന്നാ കരുതിയേക്കണേ? ശരിക്കും അതൊരു രാഷ്ട്രീയ വൈരാഗ്യമാണെന്ന് തെളിയിക്കുകയാണ് വീണ്ടും. അപ്പൊ അവിടെ ഇങ്ങനെ കയറി ഇറങ്ങി അവിടെ താമസിക്കുന്നവരെ നശിപ്പിച്ച്, അവരെ ബുദ്ധിമുട്ടിച്ച്, പറഞ്ഞാൽ അവർക്കൊരു ഭീതി ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഒരുപക്ഷെ അവരെ തന്നെ കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് പോയി പീഡിപ്പിക്കുന്ന ഒരു സാഹചര്യം വരുമെന്ന് പേടിച്ചുകൊണ്ട് അവർ രാഹുൽ മാങ്കൂട്ടത്തിനടുത്ത് പറഞ്ഞു, രാഹുലെ, ഞങ്ങൾക്കൊരു നിവൃത്തിയില്ല, ഞങ്ങളെ ഇവിടെ ഭയങ്കര മുട്ടിക്കുന്നുണ്ട്, അപ്പോൾ ഇനിയിപ്പോ എന്താ ചെയ്യുക? അപ്പൊ രാഹുൽ പറഞ്ഞു, കുഴപ്പമില്ല, അത് സാരമില്ല, ഞാനത് പരിഹരിക്കാം, ഒരു 10-15 ദിവസം കൊണ്ട് ഞാൻ ഒന്ന് മാറിത്തരാം എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. രാഹുൽ എന്ന് പറഞ്ഞ ഒറ്റത്തടിയാണ്. അയാൾക്ക് ഇപ്പൊ MLA ഹൗസിൽ പോയി അവിടെ കിടന്നാലും മതി. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ അയാൾക്ക് അന്തിയിറങ്ങാനൊന്നും പാലക്കാട് ഒരു ബുദ്ധിമുട്ടുമില്ല. ഒരു ബുദ്ധിമുട്ടും അയാൾക്കില്ല. അയാൾ ഒരു അക്ഷരം മിണ്ടിയാൽ മതി, അയാളെ തൂക്കി കൊണ്ടുപോയി വീട്ടിൽ താമസിപ്പിക്കാൻ ഒരുപാട് പേരുണ്ട്. അത് ഇവിടുത്തെ CPM നേതൃത്വത്തിനും അയാൾക്കെതിരെ അപവാദ പ്രചരണങ്ങൾ പറയുന്നവർക്കും മറ്റുള്ളവർക്കും കുറെ ആൾക്കാർക്കും വേണ്ടി മാത്രമേ ഉള്ളൂ. ഈ അയാളെ പെണ്ണുപിടിയാനും മറ്റുള്ളവരും. രാഹുൽ മാങ്കൂട്ടത്തിന് ഇഷ്ടപ്പെടുന്ന വലിയൊരു ഭാഗമുണ്ട്. 100 വീടുകൾക്ക്, ഒരു വീടല്ല 100 വീട്ടുകൾ കൊണ്ടുപോകും. അവിടെ പോലീസുകാർ എങ്ങനെ കാണിച്ചിട്ട് ഒരു കാര്യമില്ല. അതിനൊക്കെ നേരിടാൻ തന്റെ ഇടമുള്ള നല്ല ആണുങ്ങൾ പാലക്കാട്ടുണ്ട്. അവർ കൊണ്ടുപോയിക്കോളും. അവർ വീട്ടിൽ താമസിപ്പിച്ചോളും. ഒരു MLA എന്ന് പറഞ്ഞൊരു ഇപ്പൊ പെണ്ണുങ്ങളും പെടക്കോഴിയും കുട്ടികളും അവരും ഇവരും എല്ലാവരും ഉണ്ടെങ്കിൽ സംഭവം ശരിയാ, ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരില്ല. ഇയാൾക്ക് താമസിക്കാൻ ഒന്നുമില്ലെങ്കിൽ ഒരു റൂം പോരെ, ഒരു ലോഡ്ജ് റൂം പോരെ. ഇനി ഒന്നുമില്ലെങ്കിലും MLA ഓഫീസിൽ അയാൾക്ക് താമസിക്കാമല്ലോ, ഒരു കട്ടിലൊരു മൂലയ്ക്ക് ഒരു പായ വിരിച്ച കിടന്നുറയും കൂടെ. അത്രേ ഉള്ളൂ, അതിലെപ്പുറമൊന്നും ഒന്നും വേണ്ട. ഏതായാലും ഇത്തരത്തിൽ താമസ സ്ഥലത്ത് ചെന്ന് ബാക്കിയുള്ളവരെ മുഴുവൻ ഭീഷണിപ്പെടുത്തി അവിടെ നിന്ന് ഇറക്കി വിടുക എന്ന് പറഞ്ഞാൽ ഭീരുത്വമാണ്, ആണത്തമില്ലായ്മയാണ്. ഈ സർക്കാരിൽ ഇരട്ടച്ചങ്കുള്ള ഒരാളാണ് ഇവിടെ ഭരിക്കുന്നത് എന്നാണ് പറഞ്ഞു വെക്കുന്നത്.
പക്ഷെ ഒരു പരട്ടച്ചങ്ക് പോലും ഇല്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇങ്ങനെയൊക്കെ കാണിക്കേണ്ടി വരുന്നത്. ഇതൊന്നും ശരിയല്ലെന്നേ. അതിന് മാധ്യമങ്ങൾ പത്രങ്ങൾ അങ്ങോട്ട് വെച്ചലക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അവർക്ക് കിട്ടിയൊരു അവസരം, രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലെ കൊഞ്ഞണം കാണിച്ചതിന് ഈ ഒരു പ്രവൃത്തി അങ്ങോട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ ഇറക്കി വിട്ടു. അയാളെ ലോഡ്ജിൽ നിന്ന് അങ്ങോട്ട് ഇറക്കി വിട്ടു, ഫ്ളാറ്റിൽ നിന്ന് ആട്ടി ഇറക്കി വിട്ടു, ഓടിച്ചു വിട്ടു, അവിടെയുള്ള നാട്ടുകാർ ഓടിച്ചു വിട്ടു. എന്തോടിച്ചു വിട്ടു? ഒരാളെ മനഃപൂർവ്വം ദ്രോഹിക്കാനായിട്ട്, അയാൾ ചെയ്ത തെറ്റിന്റെയോ അല്ലെങ്കിൽ മറ്റെന്തിന്റെങ്കിലും പേരിലല്ല, ഒരു മനുഷ്യനെ നിരന്തരം ദ്രോഹിക്കാൻ ആരെങ്കിലും തയ്യാറായി കഴിഞ്ഞാൽ, അതൊരു ഭരണകൂടം തയ്യാറായി കഴിഞ്ഞാൽ പിന്നെ ഒരു നിവൃത്തിയില്ലെന്നേ, അത് ആരായാലും. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം അയാളെ 2 കേസിൽ ഇപ്പോൾ ഒരു പ്രതി ചേർത്തിട്ടുണ്ട്. ആ 2 കേസും കോടതിയുടെ പരിഗണനയിലാണ്. കോടതി അതിന്റെ വഴിക്ക് നടക്കട്ടെ, നിയമത്തിന്റെ വഴിക്ക് പോട്ടെ എന്ന് വിചാരിച്ച് അതിന്റെ ലെവലിലേക്ക് പോകുന്നതിന് പകരം അയാൾ പോകുന്ന വഴിയൊക്കെ പോയി നോക്കി, അയാൾ ആരോടൊക്കെ സഹകരിക്കുന്നു എന്ന് നോക്കി, അവരെയൊക്കെ ബുദ്ധിമുട്ടിച്ച്, അയാൾ താമസിക്കുന്ന സ്ഥലത്തിന്റെ പരിസരത്ത് മറ്റുള്ളവരൊക്കെ ചെന്ന് ബുദ്ധിമുട്ടുണ്ടാക്കി, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നാറ്റ കേസാണ്, നാണം കെട്ട പരിപാടിയാണ്. മനസ്സിലായില്ലേ? അതിനെ ആ വിധത്തിൽ കാണാതെ ഈ രാഹുൽ മാങ്കൂട്ടം ഈ പറയുന്ന മാധ്യമ പ്രവർത്തകരുടെ, ഈ പറഞ്ഞ കോലും തൂക്കി മാപ്രകളുടെ വീട്ടിൽ ചെന്നെന്തോ ചെയ്തതുപോലെയാണ് അവരുടെ പെരുമാറ്റം കണ്ടാ തോന്നുന്നത്. അങ്ങനെയാണ് തോന്നുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണോ കള്ളമാണോ എന്ന് തെളിഞ്ഞിട്ടില്ല ഇതുവരെ. കോടതിയാണല്ലോ തെളിയുന്നത്. ഇപ്പൊ ദിലീപിന്റെ കാര്യത്തിൽ എന്തെല്ലാം ചർച്ചയായിരുന്നു ഇവിടെ, എന്തെല്ലാമായിരുന്നു അവിടെ. കോടതി ഇപ്പൊ എന്താ വിധിച്ചത്? അദ്ദേഹം നിരപരാധിയാണെന്ന് വിധിച്ചു, ഇല്ലേ? വെറുതെ വിട്ടു. ഇനി അതല്ല, ഹൈക്കോടതിയിലേക്ക് പോയിട്ടുണ്ട്. അവിടെ ശിക്ഷ എങ്ങനെ വരും നമുക്ക് കാണാം. അവിടെ ഇനി ഇവിടുത്തെ താഴത്തെ കോടതിയുടെ വിധി തെറ്റാണെന്ന് പറയുകയാണെങ്കിൽ ഓക്കെ, നമുക്കത് അംഗീകരിക്കാം. ഇപ്പോ വെറുതെ വിട്ടേക്കാണ്. അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇപ്പൊ കേസ് അതിന്റെ പ്രാഥമിക ഘട്ടത്തിലാണ്. ആ ഘട്ടം പൂർത്തിയാകട്ടെ. അയാൾ തെറ്റുകാരനാണെന്നുണ്ടെങ്കിൽ കോടതി ശിക്ഷിക്കട്ടെ, അപ്പൊ നോക്കിയാൽ മതി. ഇപ്പൊ ഈ കാണിക്കുന്നത് മുഴുവൻ വൈരാഗ്യമാണ്, രാഷ്ട്രീയ വിരോധമാണ്. ഇങ്ങനെയുള്ള രാഷ്ട്രീയ വിരോധം ആർക്കും ആരെക്കുറിച്ചും ആകാമെന്ന് മനസ്സിലാക്കണം. ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിലാണെങ്കിൽ നാളെ ഈ കോലും തൂക്കി നടക്കുന്ന ഈ മാപ്രകളുണ്ടല്ലോ, അവർക്കും ഇത് വരാം. അരുൺകുമാറിന് പോക്സോ കേസ് വന്ന് ഓർക്കുന്നുണ്ടോ? ഒരു കാര്യമില്ലാതെയാണ് പോക്സോ കേസ് വന്നത്. മനസ്സാവാച കർമ്മണ അറിയാത്ത കാര്യത്തിലാണ് പോക്സോ കേസ് വന്നത്. ഒരു ഒരു നിർദോഷമായിട്ടുള്ള ഒരു തമാശ, ആ തമാശയുടെ പേരിൽ അയാളെ പോക്സോ കേസ് വന്നറിയാലോ. പോക്സോ കേസ് വന്നു കഴിഞ്ഞാൽ കയറി ഇറങ്ങി നടക്കേണ്ടി വരും. അതുപോലെ ഇവിടെ ഏത് കേസും നമ്മുടെ തലയിൽ, നമ്മളെ രാഹുൽ ഈശ്വരി പറഞ്ഞതുപോലെ, മനസ്സിലായില്ലേ? നിങ്ങളുടെ വീട്ടിലുള്ളവരും മറ്റുള്ളവരും എല്ലാം ജയിലിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലെ മാത്രമാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ കല്ലെറിയുന്നവരും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇങ്ങനെ പുറപ്പെടുവിക്കുന്നവരും ഒക്കെ അത് ആലോചിക്കുന്നത് നല്ലതാണ്. ആരാന്റെ നെഞ്ചത്താവുമ്പോഴത്തേക്ക് അത് കാണാൻ രസമുണ്ട്, പക്ഷെ അവനവന്റെ നെഞ്ചത്താവുമ്പോഴത്തേക്ക് നന്നായിട്ട് വേദനിക്കും. Different angles. Don't forget to subscribe and support this channel.